UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു. ഉറപ്പായി പോകും. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. UDFിൽ തന്നെ വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് ഇടയ്ക്ക് പ്രതിപക്ഷത്തെ പറഞ്ഞു. എന്താണ് ആ വിസ്മയം? പുതിയ വിസ്മയങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ UDFിന്റെ ഒരു വിപുലീകരണം ഉണ്ടാവും. വിസ്മയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ കത്തി നിന്ന വാക്ക്. 2026 കേരള രാഷ്ട്രീയത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയിൽ തൂങ്ങി നിന്നാണ് ഭരണ പ്രതിപക്ഷം രാഷ്ട്രീയ പോരിനിറങ്ങിയത്. സത്യത്തിൽ വിസ്മയമെന്ന വാക്ക് VD സതീശൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ ജീവിതവുമായും ചേർത്തുവെക്കാവുന്നതാണ്. ട്വിസ്റ്റുകൾ നിറഞ്ഞ ജീവിതം, കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട KSU, യൂത്ത് കോൺഗ്രസ്, KPCC പ്രസിഡന്റ് പദവികൾ, പിന്നീട് വഴുതിപ്പോയ മന്ത്രിസ്ഥാനം. സതീശന്റെ ജീവിതത്തിലെ ശരിക്കുള്ള വിസ്മയം 2021 ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അച്യുതണ്ടിനെ കടത്തിവെട്ടി കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളെ പൊളിച്ച് ഹൈക്കമാൻഡ് നൽകിയ പ്രതിപക്ഷ നേതൃസ്ഥാനം. പക്ഷെ പാർട്ടി പ്രതിപക്ഷ നേതാവാക്കും മുൻപ് തന്നെ സതീശൻ നിയമസഭയിൽ വിസ്മയം തീർത്തിരുന്നു. 2006 2016 പ്രതിപക്ഷ നിരയിൽ നിന്ന് സഭയിൽ ഏറ്റവും മുഴങ്ങിക്കേട്ട ശബ്ദം സതീശന്റേതായിരുന്നു. ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സ് കൊടുത്ത അതേ സത്യവാങ്മൂലം തന്നെയാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഹൈക്കോടതിയിൽ എടുത്തിരിക്കുന്ന എല്ലാ നിലപാടുകൾക്കും വിരുദ്ധമായി ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കും. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സതീശൻ സഭയിൽ അവതരിപ്പിച്ച 33 അടിയന്തര പ്രമേയങ്ങൾ സഭാചരിത്രത്തിലെ റെക്കോർഡാണ്. എന്നെ ഞാനാക്കിയത് പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണെന്ന് സതീശൻ പറയാറുണ്ട്. എന്താണ് ഈ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു പ്രാധാന്യം? എന്താണ്? സർക്കാരിനെ നിരീക്ഷിക്കുക, സർക്കാരിനെ കറക്റ്റ് ചെയ്യുക, സർക്കാർ തെറ്റായ വഴികളിലൂടെ പോകുമ്പോൾ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. അപ്പോൾ സത്യത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ഒരു സ്ക്രൂട്ടിനിയാണ് ശരിക്കും ചെയ്യേണ്ടത്. '21 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും സതീശൻ എഫക്ട് നമ്മൾ കണ്ടു. ഒടുവിൽ 10 കൊല്ലത്തിന് ശേഷം UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ വിജയത്തിന്റെ കൂടി ശില്പിയായ ഈ നേതാവിന് ഇനി എന്തു വിസ്മയമാണ് കാലം കാത്തുവച്ചിരിക്കുന്നത്. 140 വാർദ്ധക്യത്തിനും BJPയുടെ കുതിപ്പിനുമിടയിൽ നിന്നു പിഴയ്ക്കാൻ ഇത്തിരി മണ്ണു തേടുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അവസാന അഭയങ്ങളിലൊന്നായി കേരളം നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ യൗവനമായി, പ്രതീക്ഷയായി സതീശനും നിൽക്കുന്നു. ഏകാധിപത്യപരമായ ഏകലക്ഷ്യങ്ങളുമായി നീങ്ങുന്ന കേഡർ പാർട്ടികളുടെയും മാച്ചോ പരിവേഷമുള്ള രാഷ്ട്രീയ താരങ്ങൾക്കുമിടയിൽ ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ വൈവിധ്യങ്ങളുമായി ആശയപരമായി ചേർന്നു നിൽക്കാവുന്ന പാർട്ടികളിൽ ഒന്ന് കോൺഗ്രസ് ആണ്. പക്ഷെ അതിന്റെ നിലനിൽപ്പ് തുലാസിലാണ്. ഭരണകക്ഷിക്കെതിരെയുള്ള വിമർശനങ്ങൾ കൊണ്ട് മാത്രം ഒരു പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ലെന്ന് ഇക്കാലയളവ് കൊണ്ട് കോൺഗ്രസ് തെളിയിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്താണ് പകരം പറയാനുള്ളത്? നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നു, അവർ തെറ്റുകാരാണെന്ന് പറയുന്നു, അവരെ നിങ്ങൾ ജനങ്ങളുടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. അതേ അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പുതിയതായി പറയാനുള്ളത്? നിങ്ങൾക്ക് എന്ത് പുതിയ മാർഗങ്ങളാണുള്ളത്? നിങ്ങൾക്ക് എന്ത് പരിപാടികളാണുള്ളത്? നിങ്ങളുടെ അജണ്ട എന്താണ്? പുതിയ മുദ്രാവാക്യങ്ങളും പുതിയ സമീപനങ്ങളും പുതിയ നേതൃത്വവും പുതിയ കാലം ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാഠം എന്താണ്? 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ടായി. 2 മഹായുദ്ധങ്ങളുണ്ടായി. ഹിറ്റ്ലറെ പോലെ, മുസോളിനിയെ പോലെ, സ്റ്റാലിനെ പോലുള്ള ഏകാധിപതികളുണ്ടായി. അതിൻ്റെ ആവർത്തനമാണ് ഈ 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തെ എല്ലായിടത്തും നടക്കുന്നത്. പുതിയ ഫോർമാറ്റിലാണെന്നാണ് പറയുന്നത്. അന്ന് ഗീബൽസിൻ്റെ റോള് ഇപ്പോൾ PR ഏജൻസികളാണ് ഏകാധിപതികൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രസക്തി.
എറണാകുളം നെട്ടൂരിൽ വടശ്ശേരി ദാമോദരമേനോൻ വിലാസിനി ദമ്പതികളുടെ മകനായി ജനിച്ച സതീശന് ഈ മാസം 31-ന് 62 വയസ്സാകും. നെട്ടൂരിലെ പനങ്ങാട് ഹൈസ്കൂൾ ലീഡറിന് പിന്നീട് KSU രാഷ്ട്രീയ പഠനക്കളരിയായി. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ പഠനമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ നേതൃനിരയിലേക്കുള്ള ചവിട്ടുപടി. അവിടെ ആദ്യം ആർട്സ് ക്ലബ് സെക്രട്ടറിയും പിന്നീട് 3 വട്ടം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായി. അന്ന് MG സർവകലാശാല യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും SFI KSC സഖ്യത്തോട് പരാജയപ്പെട്ടു. പിന്നീട് രാജഗിരി കോളേജിൽ ചേർന്ന സതീശൻ അവിടെ നിന്നും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. അന്ന് KSUവിലെ താരമായിരുന്ന CK ജീവനുമായുള്ള ഹൃദയബന്ധമാണ് MG സർവകലാശാല യൂണിയൻ ചെയർമാൻ സ്ഥാനം നേടാൻ സതീശന് സഹായമായത്. എറണാകുളത്ത് നടന്ന MG സർവകലാശാല യുവജനോത്സവം ഉത്സവ് 86 സതീശന്റെ സംഘാടന മികവിന് തെളിവായി. സർവകലാശാല യൂണിയൻ ഭാരവാഹികളാകുന്നവരെ കാലാവധി കഴിയുമ്പോൾ KSU സംഘടനാ പദവികളിൽ അവരോധിക്കുക എന്നതാണ് നടപ്പ് രീതി. എന്നാൽ ഈ പതിവ് സതീശന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ല. KSUവിൽ സ്ഥാനം നൽകാൻ കഴിയാത്തവരെ യൂത്ത് കോൺഗ്രസിൽ പുനരധിവസിപ്പിക്കുകയെന്ന കീഴ്വഴക്കവും സതീശന്റെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടു. ഒരു സമയത്ത് KSU പ്രസിഡന്റ് സ്ഥാനത്തേക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പരിഗണിക്കപ്പെട്ടെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു. പാർട്ടിയിൽ സതീശനെ സംരക്ഷിക്കാൻ ഗോഡ്ഫാദർ ഇല്ലായിരുന്നുവെന്നതാണ് ഈ തഴയപ്പെടലിന് കാരണം. ഇപ്പോൾ ഇതുവരെയുള്ള മുഴുവൻ കടവും തീർത്ത് എന്തെങ്കിലും പാർട്ടി അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ എന്തെങ്കിലും എന്നോടൊരു അവഗണന കാണിച്ചിട്ടുണ്ട്, എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എല്ലാ കടവും തീർത്തിട്ട് ഏറ്റവും വലിയ ഒരു ചാലഞ്ചിങ് ടൈമിൽ ഏറ്റവും നിർണായകമായ സമയത്ത് പൂർണ്ണമായ വിശ്വാസവും പ്രതീക്ഷയും എന്നിൽ അർപ്പിച്ചുകൊണ്ടെടുത്ത മുഴുവൻ നേതാക്കന്മാരും കൊണ്ടെടുത്തിരിക്കുന്ന ഒരു തീരുമാനം, അതിൻ്റെ ഗൗരവം ഞാൻ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാരമാണ് എൻ്റെ തോളിൽ. അത് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽ ഗാന്ധിയോടും പറഞ്ഞത് ഐ വിൽ ഗിവ് യു ദ റിസൾട്ട് എന്നാണ്. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്നും നിയമബിരുദം നേടിയിരുന്ന സതീശൻ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് MVS നമ്പൂതിരിയുടെ കൂടെ പ്രാക്ടീസ് ആരംഭിച്ചു. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്നായിരുന്നു മോഹം. പക്ഷേ അതിനു മുൻപ് തന്നെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തി. NSU ദേശീയ സെക്രട്ടറിയായി. സതീശനെ പോലൊരാൾ കോൺഗ്രസിന്റെ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്നത് പാർട്ടിക്ക് നഷ്ടമാകുമെന്ന് തിരിച്ചറിഞ്ഞ G കാർത്തികേയനും രമേശ് ചെന്നിത്തലയുമാണ് അതിന് മുൻകൈയെടുത്തത്. സതീശൻ NSU ദേശീയ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് 1996 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടതു കോട്ടയായിരുന്ന പറവൂർ UDFനും കോൺഗ്രസിനും വലിയ സാധ്യത കൽപ്പിക്കാത്ത മണ്ഡലമായിരുന്നു. 1980 ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് UDF ഇവിടെ ജയിച്ചിട്ടുള്ളത്. AK ആന്റണിയുടെ പിന്തുണയോടെ സതീശൻ അവസാന നിമിഷം പറവൂരിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചു. പറവൂരിൽ അന്നേവരെ കണ്ടിട്ടുള്ള ഏറ്റവും ജനകീയനായ നേതാവായ N ശിവൻപിള്ളയുടെ മകനും സിറ്റിംഗ് MLAയുമായ CPIയിലെ P രാജു ആയിരുന്നു LDF സ്ഥാനാർത്ഥി. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമായിരുന്നു പ്രചാരണത്തിനായി സതീശന് ലഭിച്ചത്. മണ്ഡലത്തിൽ അദ്ദേഹം താരതമ്യേന അപരിചിതനായിരുന്നു. കേരളമൊട്ടുക്ക് ഇടതു തരംഗം ആഞ്ഞടിച്ചപ്പോഴും സതീശൻ കരുത്തു തെളിയിച്ചു. വെറും 1116 വോട്ടുകൾക്കായിരുന്നു സതീശന്റെ തോൽവി. പ്രചരണത്തിനായി ഒരാഴ്ച കൂടി ലഭിച്ചിരുന്നെങ്കിൽ തനിക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് അദ്ദേഹം അന്ന് വിശ്വസിച്ചത്. തോൽവി കൊണ്ട് അദ്ദേഹം പിന്മാറിയില്ല. പറവൂർ തന്നെ പ്രവർത്തന മണ്ഡലമാക്കി. അടുത്ത 5 കൊല്ലം പരമാവധി ജനങ്ങളെ നേരിട്ട് കണ്ടു. മരണവും വിവാഹവും ഉൾപ്പെടെ ചടങ്ങുകളിൽ സജീവമായതിനൊപ്പം രാഷ്ട്രീയവും സാമൂഹികവുമായ ധാരാളം യോഗങ്ങളിൽ സംസാരിച്ചു. UDF പ്രവർത്തകരുമായി ആത്മബന്ധം സ്ഥാപിച്ച അദ്ദേഹം മണ്ഡലത്തിൽ വ്യക്തിപരമായി ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിച്ചു. ഈ കാലയളവിൽ കോൺഗ്രസിനുള്ളിൽ രൂപം കൊണ്ട തിരുത്തൽവാദത്തിന്റെ പുനരവതാരമായ 3ാം ഗ്രൂപ്പിന്റെ ഭാഗമായി. G കാർത്തികേയനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമെല്ലാം ഗ്രൂപ്പിന്റെ നേതൃത്വം വഹിച്ചു. 2001 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പെത്തിയപ്പോൾ പറവൂരിൽ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി അവകാശവാദവുമായി മറ്റു ചിലർ എത്തിയെങ്കിലും ഇതിനോടകം മണ്ഡലത്തിലുണ്ടാക്കിയ പിന്തുണയുടെ ബലത്തിൽ സതീശൻ സീറ്റ് ഉറപ്പിച്ചു. P രാജു പിന്നെയും എതിരാളി. പക്ഷേ ഫലം 96 നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു.
7434 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ VD സതീശൻ നിയമസഭാംഗമായി. 2001 തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തി. AK ആന്റണി മുഖ്യമന്ത്രിയായി. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് അതിന്റെ പരമോന്നതിയിലെത്തിയ 5 വർഷങ്ങളാണ് പിന്നീട് കണ്ടത്. ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ഒരു വശത്തും കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് മറുവശത്തുമായി നടത്തിയ പോര് പാർട്ടിയുടെയും മുന്നണിയുടെയും മാനം കളഞ്ഞു. പക്ഷെ സതീശൻ ഈ വിഴുപ്പലക്കിന്റെ ഭാഗമാകാതെ നിയമസഭാ നടപടികളിലും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിന്റെ ഫലം അടുത്ത തെരഞ്ഞെടുപ്പിലുണ്ടായി. പാർട്ടിക്കകത്തെ ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് ചാടി നടക്കുകയും അവസരം കിട്ടുമ്പോൾ പാർട്ടിക്ക് പുറത്തുള്ള മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ചു പോവുകയും ചെയ്യുന്ന ആളുകൾ ഗ്രൂപ്പുകൾ വിട്ടാലൊന്നും മൂന്നാം ഗ്രൂപ്പിന് യാതൊരു ക്ഷീണവും സംഭവിക്കില്ല എന്ന് ഇന്നത്തെ യോഗത്തോടുകൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങിയ ഇടതുമുന്നണിക്ക് അനുകൂലമായ തരംഗമുണ്ടായപ്പോഴും പറവൂർ പോലെ ഇടതുപക്ഷത്തിന് വലിയ അടിത്തറയുള്ള മണ്ഡലത്തിൽ നിന്നും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് സതീശൻ വീണ്ടും നിയമസഭയിലെത്തി. അടുത്ത 5 വർഷക്കാലം സതീശൻ കേരള നിയമസഭയിലെ ഏറ്റവും തിളങ്ങുന്ന താരമായി മാറി. എക്സിറ്റ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് സംസ്ഥാന ഗവൺമെന്റിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. CAG ധനകാര്യ സെക്രട്ടറി ഒപ്പിട്ട് അത് CAGയിലേക്ക് തിരിച്ചയച്ചിട്ടില്ല. എന്നിട്ട് CAG എക്സിറ്റ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് റിപ്പോർട്ട് അയച്ചിട്ടില്ല എന്ന് മന്ത്രി ഗവർണറെയും ഈ നിയമസഭയെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. VD സതീശന്റെ അസംബ്ലി പെർഫോമൻസ് ഒക്കെ വെച്ചാൽ നല്ല മികവാർന്ന ഒരു പ്രതിപക്ഷ നേതാവായിരിക്കും തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. സഭയിലെ ചർച്ചകളിൽ പ്രതിപക്ഷത്തിന്റെ ആയുധമായി. പ്രതിപക്ഷ നിരയിലെ അംഗങ്ങളുടെ കുറവ് സതീശന്റെ അവസരങ്ങളായി. അറിവുകൊണ്ടും കൃത്യതയുള്ള ഭാഷ കൊണ്ടും സഭയിൽ ഭരണപക്ഷത്തെ നേരിട്ടു. ലോട്ടറി വിവാദത്തിൽ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും സതീശനുമായുണ്ടായ തുറന്ന സംവാദം പലരും ഓർക്കുന്നുണ്ടാകും. എന്തേ കേന്ദ്ര സർക്കാരിന് ഈ അധികാരമെല്ലാം ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്തത്? ഇന്ന് സാങ്കേതികമായി ഈ ലോട്ടറി ടിക്കറ്റുകൾ ഇന്ന് വിൽക്കുന്നില്ല. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സംസ്ഥാനത്തിന് ഇല്ല എന്ന് പറഞ്ഞ അധികാരങ്ങൾ അത് ഉപയോഗിച്ചപ്പോഴാണ് ഈ ലോട്ടറി ടിക്കറ്റിന്റെ വിൽപ്പന കേരളത്തിൽ നിന്നുപോയത്. CPMലെ ഒരു വിഭാഗവും സാന്റിയാഗോ മാർട്ടിനും തമ്മിലുള്ള ഒരു ക്രിമിനൽ നെക്സസ് വളർന്നു വന്നു. അതാണ് ദേശാഭിമാനിയുടെ 2 കോടി രൂപയുടെ വിവാദം. ഈ കാലയളവിൽ വികസന, നിയമസഭാ, സാമാജികനുള്ള വിവിധ പുരസ്കാരങ്ങൾ സതീശന് ലഭിച്ചു. 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലെത്തി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. ഉമ്മൻചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും 2006 അച്യുതാനന്ദൻ സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകളെ സഭയിൽ ശക്തമായി നേരിട്ട നേതാവെന്ന നിലയിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സതീശൻ ഇടം കിട്ടുമെന്ന് പലരും പ്രതീക്ഷിച്ചു. സ്പീക്കർ പദവി നൽകാമെന്ന് കോൺഗ്രസ് പറഞ്ഞെങ്കിലും സതീശൻ അത് നിരസിച്ചു. തന്റെ പാർട്ടി ഭരിക്കുമ്പോഴും നിലപാടിൽ സതീശൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായില്ല. തിരുത്തേണ്ടത് പാർട്ടിയോ മുന്നണിയോ ആണെങ്കിലും അതിൽ മുഖം നോക്കാതെ തുറന്നടിച്ചു. 2011 മന്ത്രിയാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. മന്ത്രിയാകും എന്ന് നേതൃത്വം എന്നോട് പറഞ്ഞിരുന്നു. അന്ന് വിഷമമുണ്ടായി. വിഷമം ഇല്ല എന്ന് പറഞ്ഞാൽ നുണയാണ്, പച്ചക്കള്ളമാണ്. വല്ലാത്ത വിഷമമുണ്ടായി. എന്തോ ഒരു ശത്രുതയോടുകൂടി നീക്കം ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായി കുറച്ച് ദിവസത്തേക്ക്. പരമ്പരാഗത രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് പരിസ്ഥിതി പ്രശ്നങ്ങളിലും ആദിവാസി ഭൂസമര വിഷയങ്ങളിലുമൊക്കെ സതീശൻ സജീവമായി ഇടപെടുന്നത് അങ്ങനെയാണ്. നദികൾ ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലെ ജൈവ വൈവിധ്യം മുതൽ നദികൾ പതിക്കുന്ന കടൽ വരെയുള്ള പ്രദേശങ്ങൾ അത് മുഴുവൻ ഒരു യൂണിറ്റായി എടുക്കണം. ആ നദികളെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആദിവാസികൾ, മത്സ്യത്തൊഴിലാളികൾ, കർഷകർ അങ്ങനെ കേരള നിയമസഭയിൽ ഹരിത MLA-മാർ എന്നൊരു പുതിയ രാഷ്ട്രീയ ജനുസ് പിറന്നു. സതീശന്റെ പ്രവർത്തന മികവ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിലുമെത്തി. അദ്ദേഹത്തിന്റെ സേവനം ദേശീയ തലത്തിലേക്ക് എത്തിക്കാൻ പാർട്ടി തീരുമാനിച്ചു. സതീശൻ AICC സെക്രട്ടറിയായി. തമിഴ്നാട്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ
പാർട്ടി ചുമതലകളിലേക്ക് നിയോഗിക്കപ്പെട്ടു. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായപ്പോൾ ഒഴിവ് വന്ന KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിച്ചത് VD സതീശന്റെ പേരായിരുന്നു. പക്ഷെ നിർഭാഗ്യം സതീശനെ പിന്തുടർന്നു. സതീശൻ ജൂനിയറാണെന്ന വിമർശനം കേരളത്തിലെ നേതാക്കൾ ഉന്നയിച്ചപ്പോൾ പ്രസിഡന്റ് സ്ഥാനം VM സുധീരന് ലഭിച്ചു. മുട്ടിശാന്തിക്ക് സതീശനെ വൈസ് പ്രസിഡന്റാക്കി. രണ്ടുപേരും ഒരേ സ്ഥാനത്തേക്ക് അർഹതയുള്ളവർ വരും. അപ്പം ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ രണ്ടുപേർക്ക് അർഹതയുണ്ട്, പക്ഷെ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഒരാളെ എടുക്കുന്നു, യു വെയിറ്റ് ചെയ്യും. അടുത്തൊരവസരത്തിൽ ഉറപ്പായി തരും. അടുത്തൊരു അവസരം വരുമ്പോൾ ഇയാൾ അത് ഓർമ്മിപ്പിച്ചില്ലെങ്കിലും ഞാൻ ഓർത്തിരിക്കും, ഞാൻ എന്നിട്ട് അയാളെ വിളിക്കും, എന്നിട്ട് അയാളെ സഹായിക്കും. അങ്ങനത്തെ ഒരു ഓർമ്മ പലർക്കും ഇല്ലാതെ പോകുന്നു പലപ്പോഴും. അപ്പോൾ വളരെ അർഹതപ്പെട്ട ആളുകൾ പിന്തള്ളപ്പെട്ടു പോകുന്നു. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സംഘടനാപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. നേതൃത്വം അത് മറന്നുപോയാൽ ഒരുപാട് പേരുടെ കണ്ണീര് ഭൂമിയിൽ വീഴും. അത് ചുട്ടുപൊള്ളുന്ന കണ്ണീരായിരിക്കും പലരുടെ. അക്കാലത്തെ മാധ്യമ ചർച്ചകളിലും ഐക്യമുന്നണിയുടെ നാവായി മാറി സതീശൻ. ഇടതുപക്ഷം നടത്തുന്നത് ഒരു നിഴൽ യുദ്ധമാണ്. നിഴലിനോടാണ് യുദ്ധം ചെയ്യുന്നത്. ഈ കരാറിൽ, ഇന്ത്യ അമേരിക്കൻ കരാറിൽ നമ്മുടെ സ്വതന്ത്രമായ വിദേശ നയത്തെ സ്പർശിക്കുന്ന ഒരു ഭാഗവുമില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വമ്പൻ പരാജയമുണ്ടായപ്പോഴും സതീശൻ 20,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി പറവൂരിൽ നിന്നും വിജയിച്ചു. ഗവൺമെൻറ് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ആ അഴിമതി ആരോപണങ്ങളിൽ മൂടിപ്പോയി. അത് തന്നെയാണ് ഞാനെന്ന് പറഞ്ഞത്. അഴിമതിയുടെ കരുനിഴലിലാണ് അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യണം. അതിന് പറ്റിയില്ല. രണ്ടാമത്തെ പ്രശ്നം, ഈ വർഗീയ ശക്തികൾക്കെതിരായി ഒരു കടുത്ത നിലപാട്, ഒരു ടഫ് സ്റ്റാൻഡ് എടുക്കണമായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവുമായി. പക്ഷെ നിയമസഭയിൽ പ്രതിപക്ഷ നിരയിലെ താരം വീണ്ടും VD സതീശൻ തന്നെയായിരുന്നു. അടിയന്തര പ്രമേയ അവതരണങ്ങളും പ്രസംഗങ്ങളും ഇടപെടലുകളുമായി സഭയിൽ നിറഞ്ഞാടിയ സതീശന്റെ പ്രഹരശേഷി പിണറായിയും തിരിച്ചറിഞ്ഞു. സാർ, ഞങ്ങൾ പറയുന്നു, ഈ കൊച്ചു സംസ്ഥാനത്തെ, ഈ കേരളത്തെ ഒരു ബനാന റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ഞങ്ങൾ പിണറായി വിജയനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞങ്ങൾ അനുവദിക്കില്ല. അദ്ദേഹം ബോധപൂർവ്വം മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നത്, അതിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് മാറണം, ആ രീതിയിൽ നിന്ന് മാറണം. നമുക്ക് ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാനാവണം. മറ്റു അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. സർക്കാരിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രധാന അടിയന്തര പ്രമേയങ്ങളെല്ലാം അവതരിപ്പിച്ചത് സതീശനായിരുന്നു. വിഷയം ഏതായാലും സതീശൻ നല്ല ഗൃഹപാഠം നടത്തി. നിലപാടുകളിലെ കണിശതയും അവതരണത്തിലെ ആർജവവും പ്രകടമാക്കിയപ്പോഴും അത് വ്യക്തി അധിക്ഷേപമാകാതെ ശ്രദ്ധിച്ചു. ഈ ഭരണകൂടത്തെ ഭരിക്കുന്നത് ഭയമാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരായി, പ്രതിപക്ഷത്തിനെതിരായി, അടിയന്തര പ്രമേയത്തിനെതിരായി എല്ലാമുള്ള നിങ്ങളുടെ അസഹിഷ്ണുതയുടെ അടയാളമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റുകൾ കൂടുതൽ കൊടുത്ത് പിണറായി സർക്കാരിന് തുടർഭരണം സമ്മാനിച്ചു. 21,301 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ സതീശൻ വീണ്ടും പറവൂരിന്റെ ജനപ്രതിനിധിയായി. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ രണ്ടാമത്തെ മികച്ച ഭൂരിപക്ഷമായിരുന്നു സതീശന്റേത്. ആരാകും പ്രതിപക്ഷ നേതാവെന്ന ചോദ്യം പിന്നെയും ഉയർന്നു. ഉമ്മൻചാണ്ടിയുടെ നോമിനിയായി രമേശ് ചെന്നിത്തലയുടെ പേര് ഹൈക്കമാൻഡിന് മുന്നിലെത്തി. പക്ഷെ സതീശനെ അവഗണിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കഴിയുമായിരുന്നില്ല. അങ്ങനെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം പൊളിച്ചെഴുതി VD സതീശനെ പ്രതിപക്ഷ നേതാവായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. രണ്ടാം തലമുറയിൽപ്പെട്ട ആളുകളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ സംഘടനയെയും UDFനെയും അതുപോലെ പ്രതിപക്ഷ പ്രവർത്തനത്തെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ്. ആ തീരുമാനത്തെ പൂർണ്ണമായും സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ അടുത്ത 5 വർഷം നടത്തിയത്. നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ശക്തമായി പോരാടുന്ന നേതാവ് എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചു. പല വിഷയങ്ങളിലും അതിരൂക്ഷമായ പിണറായി സതീശൻ വാക്പോരിന് സഭ സാക്ഷിയായി. സാർ, ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നുള്ളൊരു ഫൈൻഡിംഗ് ഉണ്ടായിരിക്കുന്നു. പുണ്യപരിപാവനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല, ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഗൗരവതരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ്
മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. രണ്ടായിരത്തി 2021 ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നിവയിലെല്ലാം UDFനെ മികച്ച വിജയത്തിലേക്ക് നയിച്ചു. താൽക്കാലികമായ തിരിച്ചടികളെ ഭയക്കാതെ നിലപാടുകളിൽ ഉറച്ചുനിന്നു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് PV അൻവറിനോട് സ്വീകരിച്ച നിലപാടിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ തളരാത്ത ഉറച്ച നിലപാടിലും കടുത്ത എതിർപ്പുകൾ നേരിട്ടു. ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഞാൻ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അത് പാർട്ടി തീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ സതീശന്റെ നിലപാടാണ് പാർട്ടിക്ക് ഗുണകരമായതെന്ന് കാലം തെളിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാമെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഉയർത്തി. UDFനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കുന്നു. ഏതു വിഷയത്തെക്കുറിച്ചും മികവോടെ സംസാരിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നത് പരന്ന വായനയിലൂടെ സ്വാംശീകരിച്ച അറിവാണ്. എല്ലാ വർഷവും വായിച്ച പുസ്തകങ്ങളുടെ പേരുകൾ സതീശൻ പ്രസിദ്ധീകരിക്കാറുണ്ട്. അങ്ങനെ സതീശൻ ലിറ്റററി ഫെസ്റ്റിവൽ വേദികളിലെ സ്ഥിരം സാന്നിധ്യമായി. ഏകാധിപതികൾക്കെതിരായി, സ്വേച്ഛാധിപത്യത്തിനെതിരായി, ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ അറിയണം അവരെ നമുക്ക് കീഴടക്കാനാവും. ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലം തുടർച്ചയായി 25 വർഷക്കാലം നിലനിർത്തുകയെന്നത് അസാധാരണമായ മികവാണ്. എതിരാളികൾ മാറി വന്നപ്പോഴും സതീശന്റെ ജനപ്രീതി അദ്ദേഹത്തിന് തുടർ വിജയങ്ങൾ സമ്മാനിച്ചു. തന്റെ മുൻഗാമികളായ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സമുദായ സംഘടനകളിൽ നിന്നും നിശ്ചിത അകലം പാലിച്ച അദ്ദേഹം ചില സമുദായ നേതാക്കളുടെ അപ്രീതിക്ക് പാത്രമായി. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചുവിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലായോ? അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു നിലപൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. ഈ മാന്യന്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SLDP യോഗത്തിൽ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. സതീശൻ കണിശതയുള്ളൊരു ടാസ്ക് മാസ്റ്ററാണ്. ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന സതീശൻ ശൈലി കോൺഗ്രസിന്റെ പൊതുശൈലിയല്ല. അങ്ങനെ സതീശന്റെ ശൈലിക്ക് കോൺഗ്രസിൽ വിമർശകരുണ്ടായി. ജനമനസ്സറിഞ്ഞ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പോലും സതീശന്റെ കണക്കുകൂട്ടലുകൾ കൃത്യമായിരുന്നു. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100-ലധികം സീറ്റുകൾ നേടും എന്ന് സതീശൻ പറയുമ്പോൾ അതിന് വിശ്വാസമേറുന്നത്. കേരളം മുഴുവൻ അലയടിച്ച് എൻ്റെ മുമ്പിലേക്ക് വന്നാലും എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. 80കൾക്കൊടുക്കം ബെർലിൻ മതിൽ തകർന്നു. ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ യുഗം അവസാനിച്ചു. പിന്നാലെ സോവിയറ്റ് യൂണിയനും തകർന്നു. ആഗോള സോഷ്യലിസ്റ്റ് സ്വപ്നത്തിൽ നിന്നും ജനമുണർന്നു. അതോടെ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സിന്റെ കാലം തീർന്നു. ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ പുതുയുഗം പിറന്നു. മാച്ചോ പരിവേഷമുള്ള നേതാക്കളെ ജനം ആരാധിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ ഹിന്ദുത്വയുടെ സൂര്യനുദിച്ചു. പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പ് ആശയങ്ങളിലും മുദ്രാവാക്യങ്ങളിലും മാത്രമല്ലെന്ന് തെളിയിക്കപ്പെട്ടു. ഏകാധിപത്യ ഭാവവും താരപരിവേഷവുമുള്ള പുതിയ നേതാക്കളെ ജനം വരിച്ചു. സൈനിക അട്ടിമറിക്കും രാഷ്ട്രീയ ഉപജാപങ്ങൾക്കുമപ്പുറം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളിലൂടെ ലോകമെമ്പാടും ജനം ഏകാധിപതികളെ വാഴിച്ചു. വ്ളാഡിമിർ പുടിൻ മുതൽ ഡൊണാൾഡ് ട്രംപ് വരെ, ഷി ജിൻപിങ് മുതൽ കിം ജോങ് ഉൻ വരെ, നരേന്ദ്രമോദി മുതൽ പിണറായി വിജയൻ വരെ. മൾട്ടിമീഡിയയും പുതുയുഗ പിറവിയും വ്യവസ്ഥാപിത മാധ്യമങ്ങളുടെ തകർച്ചയും ആ നേതാക്കളുടെ പിടിവള്ളിയായി. സമൂഹത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ശീലങ്ങൾ മാറുമ്പോൾ സൗമ്യഭാവമുള്ള കോൺഗ്രസിന്റെ പതിവ് രാഷ്ട്രീയ വഴക്കം ഇനി ചെലവായെന്നു വരില്ല. അങ്ങനെയൊരു രാഷ്ട്രീയ ഭൂമികയിൽ VD സതീശന് ഭാവിയുണ്ട്.